എന്തായിരുന്നു ഇവിടെ സംഭവം പറയും? അതെനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. എനിക്കൊരു മര്യാദയുണ്ട്. മനസ്സിലായോ? ഇയാള് പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. പൊതു സ്ഥലത്ത് വെച്ച് കാണിക്കാൻ കൊള്ളാത്തതാണ്. പൊതു സ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ? എന്ത് കഷ്ടം. എന്തിനങ്ങോട്ട് മാറണം? ഓക്കെ, എന്താണ് സംഭവം, ഈ കാറിൽ എന്ത് സംഭവിച്ചു എന്ന് ക്ലിയറായി കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇതിന്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം. പൊന്നു പ്രേക്ഷകരെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വീണ്ടും ഒരു യുവതി രംഗത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ തോന്നിയ പോലെ നടക്കും, നിങ്ങൾ ആരെന്നാണ് ആ പെൺകുട്ടി ചോദിക്കുന്നത്. ആ പെൺകുട്ടി 2-3 ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിന് മർമ്മമായിട്ടുള്ള മറുപടിയാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കാം. ഒരു കാര്യം പറയാം, എനിക്ക് പേഴ്സണലി ഭീഷണിയാണ്. കാരണം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു ഇത്തിരി നല്ല വസ്ത്രം ധരിക്കും മക്കളെ എന്ന് പറഞ്ഞിട്ട്. അതായത് ഞാൻ പറഞ്ഞത്, പെൺകുട്ടികളെ, ഇന്ത്യ രാജ്യമാണ്, എങ്ങനെ വേണമെങ്കിലും നടക്കാം, അതിനുള്ള അവകാശമുണ്ട് നമുക്ക്. അതായത് ഊരി നടന്നാലും പ്രശ്നമില്ല ഈ രാജ്യത്ത്. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നടക്കാം, നമ്മുടെ ഭരണഘടന അതിന് അനുവദിക്കുന്നുണ്ട്. എന്നാലും പൊന്നു പെൺകുട്ടികളെ, ഇത്തിരി നല്ല രീതിക്ക് ഡ്രസ്സ് ധരിക്കും മക്കളെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് 14 വയസ്സ് മുതൽ ഏകദേശം 19 വയസ്സ് വരെയുള്ള കുറേ പെൺകുട്ടികൾ, ജെൻസി പെൺകുട്ടികൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് പറയുകയാണ്, നീ ആരാട് അങ്ങനെ പറയാൻ, ഞങ്ങൾ തോന്നിയതുപോലെ നടക്കും, അത് ഞങ്ങളെ ഇഷ്ടമാണെന്ന് പറയുകയാണ്. അതായത് അവർ പറയുന്നത് ഞങ്ങൾ ന്യൂ ജനറേഷൻ പിള്ളേരാണ്, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്നോട് പറയുകയാണ് ഞാൻ വലിയ തന്ത വൈബനാവണം. എനിക്ക് പേഴ്സണലി 23-24 വയസ്സായതേ ഉള്ളൂ. എന്നോട് പറയുകയാണ് നിനക്ക് 100 വയസ്സായി, നീ വലിയൊരു അപ്പൂപ്പനാണ്, നീ എന്താണ് വിചാരിച്ചത്, ഞങ്ങൾ ന്യൂ ജനറേഷൻ പിള്ളേരാണ്, ഞങ്ങൾ തോന്നിയതുപോലെ നടക്കും, ഞങ്ങൾ ഇഷ്ടമല്ലേ, ലൈഫ് ഒന്നേ ഉള്ളൂ, എൻജോയ് ചെയ്ത് ഞങ്ങൾ ജീവിക്കും എന്നൊക്കെയാണ് അവർ മെസ്സേജ് ഇടുന്നത്. ഞാൻ ഒന്നിനും റീപ്ലൈ ഇടാൻ പോയിട്ടില്ല, കാരണം പെൺകുട്ടികളാണ്. വീണ്ടും പറയുകയാണ്, എൻ്റെ നിലപാടിൽ ഒരു മാറ്റവുമില്ല, നല്ല രീതിക്ക് ഡ്രസ്സ് ധരിക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇവിടെ ഇന്ത്യ രാജ്യത്ത് എങ്ങനെ വേണമെങ്കിലും നടക്കാം, എങ്ങനെ വേണമെങ്കിലും ധരിക്കാം, അവരവരുടെ ഇഷ്ടമാണ്, അതിന് നമ്മുടെ രാജ്യം സപ്പോർട്ട് ഉണ്ട്. എന്നാലും പറയാണ്, ഇത്തിരി മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിക്കും മക്കളെ, നിങ്ങൾ നല്ലതിനാണ്, പീഡനം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എൻ്റെ നിലപാട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ, കുഞ്ഞു വിരലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, നമുക്ക് ആദ്യം ആ ഒരു പെൺകുട്ടിക്ക് മറുപടി കൊടുക്കാം. ഈ മോഡൽ ഡ്രസ്സ് ഇടുക എന്ന് പറയുമ്പോൾ അത് ആൾക്കാരുടെ കാഴ്ചപ്പാടിലാണ് വ്യത്യാസം. അവർ കുട്ടികൾ ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്താ ഒരു കുഴപ്പമുള്ളത്? അപ്പൊ കുട്ടികൾ അവർക്ക് കംഫർട്ടബിളും അവർക്ക് ആത്മവിശ്വാസവും തോന്നുന്ന ഡ്രസ്സുകൾ ഇടണം. ഓക്കെ, ചേച്ചി പറയുന്നത് മോഡൽ ഡ്രസ്സ് ധരിക്കുന്നത് അവരുടെ ഇഷ്ടമാണ്, ആണുങ്ങളുടെ കാഴ്ചയുടെ പ്രശ്നമെന്നാണ്. പൊന്നു ചേച്ചി അല്ല. അതായത് ഞങ്ങൾ പറയുന്നത് ഇത്തിരി മോഡലായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചാൽ പ്രശ്നമില്ല. ചിലരൊക്കെ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, വളരെ വളരെ മോശമായിട്ടുള്ള ഡ്രസ്സാണ് ധരിക്കുന്നത്. ഡ്രസ്സ് അതിനൊന്നും പറയാൻ പറ്റത്തില്ല. മൊത്തത്തിൽ ഒന്നും ധരിക്കുന്നില്ല, എന്തോ ഒരു മറ്റേ ഈ ഗം ടേപ്പ് പോലത്തെ സാധനം ഒട്ടിച്ച മാതിരി 2-3 സാധനം വെക്കുന്നു എന്ന് മാത്രം. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി, എത്ര ഉണ്ടെങ്ങനെ. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ബാക്കിയും കൂടി കാണാം. ആദ്യം ആ സാറ് പറഞ്ഞു, എന്താ ഡ്രസ്സ്, അതായത് സ്ത്രീകൾ അണിയുന്ന ഡ്രസ്സിലെ വെച്ചിട്ട് വശീകരിക്കുന്നു, ആണുങ്ങളെ വശീകരിക്കുന്നു എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ സ്ത്രീകള് ചുരിദാറും ഈ പറഞ്ഞ പർദ്ദ, സാരി അതുപോലെ ഫുള്ള് മറച്ച് നടക്കുകയാണെങ്കിൽ ഇവിടെ ഈ പീഡനങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ സെക്ഷൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ അതുപോലെയുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ അത്രയും നല്ല ആണുങ്ങൾ മാത്രം ഉണ്ടാവും ഇവർക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഓക്കെ, ഇതിനുള്ള മറുപടി, നമ്മൾ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കാൻ നമ്മളോട് പറയുന്നുണ്ട്. ഓക്കെ, ഹെൽമെറ്റ് വെക്കുന്നതിന്റെ ഉദ്ദേശം കൂടുതലായി ആക്സിഡന്റ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നീട് മരണങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് വെക്കാൻ പറയുന്നത്. ഞാൻ പറയാം, അതായത് ഹെൽമെറ്റ് വെക്കാതെ 100 അപകടം നടക്കുകയാണെങ്കിൽ 90 പേര് മരിക്കുന്നുണ്ടെങ്കിൽ, ഹെൽമെറ്റ് വെച്ചിട്ട് 100 അപകടം നടക്കുകയാണെങ്കിൽ അതിൽ മരിക്കുന്നത് ആകെ 5-6 പേരാണ്. ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് നല്ല രീതിക്ക് ഡ്രസ്സ് ധരിച്ചാൽ, നല്ല രീതിക്ക് വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ പൊന്നുമോളെ പീഡനം വരത്തില്ല. 100 പീഡനം വരുന്ന സ്ഥലത്ത് 5-6 വരത്തുള്ളൂ. നേരെ മറിച്ചിട്ട് തോന്നിയതുപോലെ നടന്നു കഴിഞ്ഞാൽ 100 വരേണ്ട അടുത്ത് 90 വരും. ഇതാണ് എന്റെ ഉത്തരം. ഈ ഉത്തരം ശരിയെന്ന് തോന്നുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേൾക്കാം. സ്ത്രീകൾ ഏറ്റവും മോഡേൺ ഡ്രസ് ഇട്ട് നടക്കുമ്പോ ആണുങ്ങൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആണുങ്ങളാണെന്ന് പറഞ്ഞു. പക്ഷെ അതിനോട് യോജിക്കാൻ സാറോട് ഏതെങ്കിലും പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ അത് മൈൻഡ് ചെയ്യാറില്ല? എന്റെ ഇത് വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വെച്ചിട്ടും ഇപ്പോഴത്തെ ജനറേഷൻ ആയിക്കോട്ടെ, ഇവിടെ ഇരിക്കുന്ന ഏത് പ്രായമായാലും പറയും, ഒരു പെൺകുട്ടി ഇപ്പൊ മേഡത്തിനെ പറഞ്ഞു, ആ ഡ്രസ്സ് എല്ലാവരും ശ്രദ്ധിച്ചു, ഏത് പ്രായക്കാരും ശ്രദ്ധിച്ചു, ആണുങ്ങൾ ശ്രദ്ധിച്ചു, പെണ്ണുങ്ങൾ ശ്രദ്ധിച്ചു. അതുപോലെ ഇതിനും കാട്ടി മോഡേൺ ആയിട്ടായാലും ഈ പറഞ്ഞ സാരി ആയാലും പർദ്ദ ആയാലും എത്ര വേടായിട്ടുള്ള ഡ്രസ്സാണ് ഈ പോലും അത് പെൺകുട്ടികളായിരിക്കും ഫസ്റ്റ് ശ്രദ്ധിക്കാം. കാരണം നമ്മളാണ് അത് ചെടി ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ആണുങ്ങൾ ശ്രദ്ധിക്കുന്നതിനെ കാട്ടി അത് ആദ്യം അന്വേഷിക്കണം, അത് ആണുങ്ങൾ മാത്രമാണോ അത് ചെടി ചെയ്യുന്നത്.
ഓക്കെ, ഇതിനുള്ള മറുപടി പൊന്നു പ്രേക്ഷകരെ, ഒരു കോളേജിലേക്ക് 10 പെൺകുട്ടികൾ പോയി എന്ന് നിങ്ങൾ സങ്കല്പിക്കൂ. അതില് 8 പെൺകുട്ടികൾ മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചു, 2 പെൺകുട്ടികൾ വളരെ കാണിച്ച നിലയിൽ ഒട്ടിച്ച ഡ്രസ്സ് ധരിച്ചു എന്ന് നിങ്ങൾ സങ്കല്പിക്കൂ. ബാക്കി 8 പെൺകുട്ടികളും ഇതിനെ കാണും. ഇവള് നോക്കട്ട് എന്ത് മജയിൽ നടക്കുന്നുണ്ട്, ഇവള് എല്ലാ ആണുങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ട് നാളെ തൊട്ട് ഞങ്ങളും ഇങ്ങനെ നടക്കാം, അങ്ങനെ ചിന്തിക്കത്തില്ലേ? അതാണ് ഇവള് പറഞ്ഞത്. അതായത് ഒരു ഹോട്ടായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ ആദ്യം പെൺകുട്ടികൾ തന്നെ നോക്കും. ശരിയാണ്, പെൺകുട്ടികൾ നോക്കിയിട്ട് അവളെ പോലെയാവും. അതുകൊണ്ടാണ് പറയുന്നത് നശിക്കാതിരിക്കൂ പൊന്നുമക്കളെ എന്ന്. അതായത് ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും കുറേ പേരിടും. ഒരു എക്സാമ്പിളും കൂടി പറയാം പൊന്നു പ്രേക്ഷകരെ. പണ്ടൊക്കെ നടിമാർ, ആക്ട്രസ്സുമാരൊക്കെ ഇങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കുന്നത് അപൂർവമാണ്. ഏതെങ്കിലും ഒരു നടിയാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇപ്പൊ അങ്ങനെയാണോ? ഒരാളെ കണ്ടിട്ട് എല്ലാവരും പഠിക്കുകയാണ്. ഒരു കോളേജ് സ്റ്റുഡൻറ്റ് എന്തെങ്കിലും മോശമായിട്ടുള്ള വീഡിയോ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലൈവിൽ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അതിന് 4 ലൈക്ക് കൂടുമ്പോൾ മറ്റൊരു പെൺകുട്ടിയും അതേ ചെയ്യുകയാണ്. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, ബാക്കി വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറയാം. അതായത് ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ടുള്ള ഒരു സ്ത്രീയാണ്, ഞാൻ പേര് പറയുന്നില്ല, വക്കീലാണ്, കഷ്ടപ്പെട്ട് പഠിച്ച് വക്കീലാണ് ആ ഒരു സ്ത്രീ. പക്ഷെ ഇപ്പൊ പണി സബ്സ്ക്രിപ്ഷൻ ആണ്. അതായത് തുറന്ന് കാണിച്ചു കൊടുത്താൽ പൈസ കിട്ടുന്നുണ്ട്. വക്കീൽ പണി വേണ്ട, കാരണം വക്കീൽ ഇത്ര കിട്ടുന്നില്ല. ഇതാവുമ്പോൾ ഒരു മാസത്തിൽ 2-3 ലക്ഷം, മിനിമം ഒരു 5-6 ലക്ഷമെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ കിട്ടും ഓപ്പൺ ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ. അതിലേക്ക് നീങ്ങുന്നുണ്ട് എൻ്റെ പൊന്നാര സ്ത്രീകൾ. എന്തിനാണ് നാനവും മാനവും വരും നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത്? ഓക്കെ, നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം പൊന്നു പ്രേക്ഷകരെ. അതായത് ഒരു പാവപ്പെട്ട യുവാവ് ഡ്രൈവിംഗ് ചെയ്യുകയാണ് കാറിലൂടെ. അതിനുശേഷം അവന് തലവേദന ആയിട്ട് അവന്റെ ഭാര്യയുണ്ടൊപ്പം, ഓക്കെ, കാർ സൈഡിലൂടെ റോഡ് സൈഡിൽ വെച്ചിട്ട് ഇത്തിരി വിശ്രമിക്കുകയാണ് കാറിൽ. അതിനെ നാട്ടുകാർ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഒന്ന് കാണണേ. ഹായ് വിമൽ, എന്താ ഉണ്ടായത്? ഞാൻ ആക്ച്വലി 2025 ഏറ്റവും കൂടുതൽ ഈ സദാചാരം എന്നുള്ള വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും റീക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് വന്നതും എല്ലാം എൻ്റെ പേരിലാണ്. അപ്പം എനിക്കെതിരെ ഒരു സദാചാര പോലീസിൻ്റെ ഒരു അനുഭവം ഉണ്ടായ സമയത്ത് ഞാനത് ആൾക്കാരിൽ തുറന്ന് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാനും എൻ്റെ വൈഫും കാറിൽ പോകുന്ന വഴിക്ക് എനിക്ക് ദേഹാസ്വസ്ഥ ഉണ്ടാവുകയും ഞാൻ വണ്ടി ഒതുക്കി നിർത്തി കുറച്ച് റെസ്റ്റ് എടുത്തു. അപ്പോൾ അവരുടെ ഒരാളുടെ വീടിൻ്റെ വഴിയിലാണെന്നാണ് അവർ വാദിക്കുന്നത്. പക്ഷേ വഴിയിലല്ല, കുറച്ച് മുന്നേക്ക് മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ റെസ്റ്റ് എടുത്തത്. അപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലം എവിടെയാ? തൃക്കണമംഗൽ SKV സ്കൂളിൻ്റെ അവിടെ നീറ്റിസിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു. അതെ, ആദ്യം ഒന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുത്താലോ? എടുക്കുന്നതിന്റെ ഞാൻ എന്താ കണ്ടെന്ന് പറ. ശരി, കണ്ടില്ല. ശരി, ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി, ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്ന ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോൾ ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയുക, ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒതുക്കിയിട്ട് വേറെ എന്തോ പരിപാടിയായിരുന്നു, ഇവള് ഭാര്യയും ഭർത്താവ് ആണെന്നുള്ള അറിഞ്ഞിട്ടില്ല. ആരോ ആയിക്കോട്ടെ, മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി എത്തി നോക്കിയിട്ട് പറയുക, നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി, ഏതോ ഒരു പുള്ളിക്കാരനൊക്കെ ഇപ്പോൾ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാറിനകത്ത് വേറെ പരിപാടിയായിരുന്നു. അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട്, മാനമുണ്ട്. ബാക്കി ആർക്കും നാണോ മാനമൊന്നും ഇല്ലേ? പറയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങൾ പറയും. അവള് കണ്ട കാര്യം പറഞ്ഞു. എന്ത് ചെയ്യുന്നുള്ളത് പറയൂ നിങ്ങള്. ഇല്ലെങ്കിൽ സൗകര്യം ഇല്ല. എനിക്ക് എന്റെ അവകാശം, മര്യാദ ഒന്നുമല്ല, എന്റെ അവകാശം. എന്താ പറ? വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നുണ്ടോ? ഇയാളുടെ വീടിന്റെ വഴിയാണോ ഇത്? ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് വന്ന് കിടക്കുന്നു. ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് വന്നിട്ട് നമ്മുടെ പറയാ വീടിന്റെ വാതൊക്കെ കിടന്നുകൊണ്ട് ഇവർ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക. എന്താ ഇത്? എന്റെ റൈറ്റാ. എന്താ കാര്യം? അതെന്താ സംഭവം എന്നുള്ള എടുക്ക എവിടെ വരെ പോകുന്നുള്ളത് നോക്കാം. പേഴ്സണലായിട്ട് കാര്യമല്ല, ഇയാളടുത്ത് പേഴ്സണൽ സംസാരിക്കാൻ എനിക്കൊന്നുമില്ല. പേഴ്സണലോ? എന്ത് പേഴ്സണലോ? ഞാൻ ഇയാൾ തമ്മിൽ എന്ത് പേഴ്സണലോ ഉള്ളത്? ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാറിനകത്താ. അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാളാ. വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ? ഓക്കെ, ബാക്കി വെച്ച് തരാം. ഒരു കാര്യം പറയാം. ഇങ്ങനെ ആരെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ, അതായത് വേറെ പെൺകുട്ടികളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവർ റോഡ് സൈഡിലൊന്നും നിൽക്കത്തില്ല. അവർ കള്ളന്മാര് കാട് കയറും. ഓക്കെ, ആളുകൾ ഇല്ലാത്തവിടം തന്നെ നോക്കും. റോഡ് സൈഡിലൂടെ ഒരു ഭാര്യയും ഭർത്താവും കിടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലോ അവർ ഭാര്യയും ഭർത്താവ് തന്നെയാണ്. ഓക്കെ, അല്ലാതെ കള്ളന്മാരൊരിക്കലും റോഡ് സൈഡിൽ നിൽക്കത്തില്ല. അതിന്റെ ഒരു തെളിവാണ്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ബാക്കിയും കൂടി കേൾക്കാം. എന്താ കണ്ടെന്ന് പറ. ശരി, കണ്ടില്ല. ശരി, കണ്ടു. എനിക്ക് എന്നെ കണ്ടില്ല, ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു. എന്തായിരുന്നു ഇവിടെ സംഭവം? പറയും. എനിക്കൊരു മര്യാദയുണ്ട്, മനസ്സിലായോ? ഇയാള് പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. കാണിക്കാൻ കൊള്ളാത്തതാണ്. പൊതുസ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ? എന്ത് കഷ്ടം.
എന്തിനങ്ങോട്ട് മാറണം? നിങ്ങൾ രണ്ടുപേരോട് അങ്ങോട്ട് നോക്കി തുറച്ചു നോക്കുന്നു. ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾ എപ്പോ അത് തന്നെ. പിന്നെ ഞങ്ങൾ എന്തിനാ പേടിച്ച് വണ്ടി മാറ്റിയിടണം? നിങ്ങൾ പറയാത്ത ഒരു പോയിന്റും ഇല്ല. നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ച് പറയണം എന്ത് മോശമായ പ്രവൃത്തി ഇതിൽ കണ്ടു. എടുക്കുക, എടുക്കുന്നതിന്റെ തരിപ്പ് തന്നെയാ. ഇപ്പൊ വേണമെങ്കിൽ സമയം വരെ നോക്കിക്കോ. OPT സമയം എന്തായാലും വേറെ എഴുതാൻ പറ്റത്തില്ലല്ലോ. ഇവനിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടാൻ എടുക്കാൻ ഒരു കാര്യമില്ല. കണ്ടേ വണ്ടി റോഡിലാണ് കിടക്കുന്നത്, റുവാക്കി റോഡ് സൈഡിലും. അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത്. റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ വഴി തന്നെ റെസ്റ്റ് എടുക്കണം. തലവേദന എടുത്തോണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. വന്ന് ചോദിച്ചില്ല എന്തേ വണ്ടി ഇവിടെ ഇടുന്നത്, മാലിയോട് ചോദിക്കാം, കാര്യം ഞങ്ങൾ പറഞ്ഞേനെ. അതായത് അവർ ചോദിച്ചിട്ടില്ല. അവരെല്ലാം റൂഡായിട്ട് തന്നെ സംസാരിച്ചത്. ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കേട്ടല്ലോ. അപ്പൊ ഭാര്യയാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഭാര്യ ഭർത്താവൂടാണ്. അത് കുറച്ച് മുന്നേ തന്നെ പുള്ളിക്കാരി അവിടെ നോക്കി ഈ കുട്ടി നമ്മുടെ അവരുടെ വീടിന്റെ ഫ്രണ്ട് നിന്നിട്ട് ഞങ്ങളെ കുത്തുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ആള് ജോലി കഴിഞ്ഞ് നമ്മുടെ കാറിന്റെ സൈഡിൽ സംശയിച്ചായിരിക്കും നിങ്ങളെ ചിലപ്പോൾ. ഞാൻ എന്റെ ഭാര്യയുടെ മടിയിൽ തലവെച്ച് കിടന്നു എന്നുള്ള സത്യമാണ്. അപ്പോൾ വണ്ടിയുടെ സൈഡിലൂടെ ഇദ്ദേഹം നടന്നിങ്ങനെ വന്ന് വീട്ടിലോട്ട് കയറി വഴിക്ക് കാറിനകത്തേക്ക് നോക്കി ഞാൻ മടിയിൽ തലവെച്ച് കിടക്കുന്നു. അപ്പോൾ അത് കണ്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ട് ഒന്ന് ചോദിച്ചതാണ്. ആളാണ് ആദ്യം കൊടുത്തത്. ഞാൻ വീഡിയോ എടുത്ത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചു. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം കോണ്ടന്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു കണ്ടോ ഇത്? ഇപ്പൊ ഒരു 12 മില്യൺ. 12 മില്യനോ? അതെ അതെ. 1,20,00,000 ആൾക്കാർ കണ്ട വീഡിയോ ആണോ നമ്മളിപ്പോ കണ്ടത്? അതെ അതെ അതെ. അപ്പൊ അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, അതേപോലെ ഞാനൊരു സോറി പറയണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ അതിന്റെ പേര് കേസെടുത്ത് കാണുമല്ലോ ഈ കുട്ടികളെ കുറിച്ച് ഇങ്ങനെ പ്രചരിപ്പിച്ചതിന്. ഒരാളെ വിളിച്ചു വരുത്തിയിരുന്നു. ആ വിളിച്ചു വരുത്തിയ ആളാണ് ആക്ച്വലി ചോദിക്കാതെ എന്റെ വീഡിയോ എടുത്തത്. അതിനുശേഷമാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. ഫോൺ വെച്ചിട്ട് വീഡിയോ എടുത്തു. അപ്പൊ നമ്മൾ അതിനെതിരെ ഒരു വീഡിയോ എടുത്തു. അവർ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം എപ്പോഴെങ്കിലും മാപ്പ് പറഞ്ഞു അവര്? ഇല്ലില്ല, അവർക്ക് ബോധ്യപ്പെട്ടോ? കേസ് കിടക്കുന്നു, നിലവിലുണ്ടോ കേസ്? അല്ല, അവർ കോടതി ത്രൂ മൂവ് ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, കേസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നാട്ടുകാരുടെ ഒരു പിന്തുണ എങ്ങനെയായിരുന്നു? പൗരാവലി എന്ത് പറഞ്ഞു? അയ്യോ, എല്ലാം നേരെ തിരിച്ചായിരുന്നു. ഇപ്പൊ നമ്മളത് വീഡിയോ പോസ്റ്റ് ചെയ്തു, അതിനുശേഷം കാര്യങ്ങളെല്ലാം തിരികെ ചെയ്തു. ഞാൻ റീച്ചിന് വേണ്ടിയാണ് പോസ്റ്റ് ചെയ്തപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് പോസ്റ്റ് ചെയ്യേണ്ടായിരുന്നു, ജനങ്ങൾക്ക് വിശ്വാസ്യത കിട്ടാൻ വേണ്ടി. അവിടുത്തെ ലോക്കൽ ചാനൽസ് എല്ലാം പിന്നെ ഇതിനകത്ത് ഇടപെട്ട് കാര്യങ്ങൾ തിരിക്കുകയാണ് ഉണ്ടായത്. ഞാൻ മനഃപൂർവ്വം അവിടെ പോയി റീച്ചിന് വേണ്ടി പോയി നിൽക്കുകയാണ്. നമുക്ക് ആന്റണി സാറിനോടൊന്ന് ചോദിക്കാം. ആന്റണി സാറേ, ഇതിപ്പോ ഒരു പ്രശ്നമായിരിക്കുക. ഇതിനകത്ത് പോലീസിന് ചെയ്യാനുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാല് ആ പെൺകുട്ടിയുടെ സംസാരം ഇദ്ദേഹത്തിന്റെ കൂടെ ഉള്ളതല്ല, ആ പുറത്തുനിന്ന് വീട്ടിലെ കുട്ടിയാ പെൺകുട്ടി എടുത്ത സ്റ്റാൻഡിൽ നിന്ന് പുറകോട്ട് പോകാതെയുള്ള ഒരു സംഭാഷണമാണ് അതിനകത്ത് കാണുന്നത്. ഇതിനകത്തെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നില്ല. ശരിക്കും അവര് ധരിച്ചു അവരെന്തോ അപകടമാണെന്ന് ധരിച്ചു. അവർ ധരിച്ചിരിക്കുന്ന മറ്റൊരു രീതിയിലാണ്. അതായത് തെറ്റായ രീതിയിലുള്ള ഒരു എന്നുള്ള രീതിയിലാണ് അവർ കരുതുന്നത്. പക്ഷേ ഇവർക്കും വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പറയാം ഞങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളതും ആ പരിസരത്ത് ഇങ്ങനെയുള്ള ആൾക്കാരാണെന്നും പറയാം. പക്ഷെ അതും നമ്മളിപ്പോ ആ വീഡിയോയിൽ അത് കാണുന്നില്ല, അങ്ങനെ ഒരു സംഭാഷണത്തിലേക്ക് കടക്കുന്നില്ല. മാത്രമല്ല ഇദ്ദേഹം ഒരു അഗ്രസീവ് മൂഡിലായിരുന്നു, ഒരു വീഡിയോ ചിത്രീകരിക്കുന്നതിന്റെ മൂഡ് തന്നെയായിരുന്നു. അതെന്ത് പറ്റി? എന്റെ വൈഫാണ് ആദ്യം സംസാരിച്ചത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് കാണാൻ പാടില്ലാത്തൊരു കാര്യം കണ്ടു, അപ്പൊ അതെന്താണ് നമുക്ക് അറിയണമല്ലോ. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചോദിച്ചതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ അഗ്രസീവ് ആയത്, അല്ലാതെ വേറൊന്നുമല്ല. ഓക്കെ, നിങ്ങൾ കേട്ടു എന്ന് വിചാരിക്കുന്നു പൊന്നു പ്രേക്ഷകരെ. ഒരു കാര്യം പറയാം, ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അവരെ നാറിക്കുന്നതല്ല, അതായത് അവിടെ ആൾക്കാരെ കൂട്ടുന്നതല്ല, എന്താണ് സംഭവം എന്ന് ആദ്യം അവരോട് ചോദിക്കുക. ഇങ്ങനെ നിങ്ങൾ എന്താ പരിപാടിയെന്ന് നമ്പർ നോട്ട് ചെയ്യണം നിങ്ങൾ കാറിന് അങ്ങനെ ചോദിക്കാൻ പോകുമ്പോൾ. അത് ഭാര്യ ഭർത്താക്കളല്ല, കോളേജ് വിദ്യാർത്ഥികൾ എന്തെങ്കിലും പരിപാടി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പോലീസിനെ വിളിക്കാം, അല്ലെങ്കിൽ വേറെ സംഗതിക്കൊക്കെ നീങ്ങാം. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള പരിപാടിക്കാരും നീങ്ങണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ.